സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരണവുമായി കെ.ജെ. ഷൈൻ. നിയമപരമായി ഏതറ്റം വരെയും പോരാടും. ബോംബ് വരുന്നുണ്ട് എന്ന് നേരത്തെ ചിലർ പറഞ്ഞു. ഇതാണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലാണ് ഇവ ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നും ഷൈൻ പറഞ്ഞു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കെ.ജെ. ഷൈനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഷൈൻ തന്നെ വെളിപ്പെടുത്തലുമായെല്ലാം പ്രതികരണവുമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നേരിട്ടൊരു പ്രതികരണത്തിലേക്ക് ഷൈൻ കടന്നിരിക്കുകയാണ്. എന്തായാലും ഷൈനും ഭർത്താവുമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നത്. കൃത്യമായി ഷൈൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രാദേശിക കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാമർശമെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നേരിട്ട് പാർട്ടിയിൽ നിന്നല്ല, പ്രാദേശിക കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ്. എന്നാൽ പിന്നീട് അത് വേറെ ചില കോൺഗ്രസ് ഹാൻഡിലുകളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഷൈൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്ന ഒരു കാര്യം കൂടി ഷൈൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട കേസ് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഷൈൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു ബോംബ് എന്ന് പറയുന്ന സ്പീക്കർക്കെതിരെ ഇത്തരത്തിൽ ഒരു ബോംബ് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള സൂചനകൾ കിട്ടിയിരുന്നു എന്നടക്കം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു ബോംബ് എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് എന്നുള്ള തരത്തിലുള്ള കോൺഗ്രസിന്റെ പല ആളുകളിലേക്കും വിരൽ ചൂണ്ടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഈ ഷൈൻ കെ.ജെ. ഷൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ CPIM ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഷൈന്റെ പിന്തുണയുമായി വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഷൈൻ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കളിൽ നിന്നും വന്ന ഈ ഒരു ആരോപണം പിന്നെ ഏറ്റെടുക്കുകയും അത് തന്റെ കുടുംബത്തെയും തന്റെ രാഷ്ട്രീയ ഭാവിയെയും, അല്ലെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തകയാണ്, അപ്പോൾ അതിനെയെല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്നു, തന്റെ കുടുംബത്തെയും വ്യക്തിപരമായും ബാധിക്കുന്ന രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി എന്ന് തന്നെയാണ് ഷൈൻ പറയുന്നത്. ശരി, വ്യക്തമാണ്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.